ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. തമിഴ്നാട്ടിൽ വിജയുടെ ആരാധനക്കൂട്ടം വെറും ഒരു ആരാധനക്കൂട്ടം മാത്രമല്ല, ബോക്സ് ഓഫീസിലെ ആധാരം കൂടിയാണ് എന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞത്. അരസിയിൽ വിജയ്ക്ക് ഇത് അരങ്ങേറ്റമാണ്. എന്നാൽ തമിഴ്നാടിന്റെ മുതൽ അമേച്ചറാവാൻ വിജയ് റെഡിയാണ്. ബോക്സ് ഓഫീസിൽ വിജയെ കാത്ത് ട്വിസ്റ്റും അതുപോലെ തന്നെ ഫൈറ്റും എല്ലാം കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാകാൻ നമ്മുടെ വിജയ് റെഡിയായിരിക്കുകയാണ്. மக்கள் விரோத ஆட்சி நடத்துற ஸ்டாலின் சார் வேணுமா, மக்களை நேசிக்கிற விஜய் வேணுமா? அவ்வளவுதான் இந்த தேர்தலே. உங்க விஜய்க்கு, உங்க அண்ணனுக்கு, உங்க தம்பிக்கு, உங்க பிள்ளைக்கு. വിജയുടെ രാഷ്ട്രീയ ഉദയത്തെ അപ്രതീക്ഷിത രാഷ്ട്രീയ ഞെട്ടലായി കാണുന്നത് തെറ്റായ ഒരു പ്രക്രിയയാണ്. അത് ദീർഘകാലമായ ഒരു പ്രവർത്തനത്തിന്റെ ഒരു ബാക്കി പത്രമാണ്. നമുക്ക് വിശദമായി TVKയുടെ ഉദയത്തെക്കുറിച്ച് വ്യക്തമായി തന്നെ ഒന്ന് പരിശോധിക്കാം. പ്രതീക്ഷകൾ എല്ലാം തെറ്റി, പ്രവചനങ്ങൾ എല്ലാം കാറ്റിൽ പറത്തി, എക്സിറ്റ് കോളുകളെ എല്ലാം തന്നെ മലർത്തിയടിച്ചുകൊണ്ട് തമിഴ് ജനതയെ ഇനിയും ഒരുപാട് തിരിച്ചറിയാൻ ബാക്കിയുണ്ട് എന്ന് തമിഴ് ജനത നമ്മോട് അന്നേ പറഞ്ഞതാണ്. ജാതിയോ മതമോ ആശയമോ ആദർശമോ വിശ്വാസമോ വൈകാരികതയോ അല്ല തമിഴ് ഇക്കുറി വിധി എഴുതിയത്. താരാരാധന വോട്ടായി മാറുമായിരുന്നെങ്കിൽ കമൽഹാസനും സാക്ഷാൽ രജനീകാന്തും വരെ അടിപതറുമായിരുന്നില്ല. ജോസഫ് വിജയുടെ വരവ് പെട്ടെന്നുള്ള ഒരു പാതിരാത്രിക്കുള്ള വരവല്ല. ദ്രാവിഡ പ്രസ്ഥാനങ്ങളുടെ ചോരയും നീരും കുതിർന്നിറങ്ങിയ മണ്ണിൽ TVKയുടെ കൊടികൾ അത്ര പെട്ടെന്ന് താഴ്ന്നിറങ്ങില്ലെന്ന് വിജയ്ക്ക് നന്നായി അറിയാമായിരുന്നു. 2021 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയ് ഫാൻസ് അസോസിയേഷൻ നേടിയ വലിയ വിജയമാണ് വിജയെ രാഷ്ട്രീയ പ്രവേശനത്തിന് ചിന്തിപ്പിച്ചത്. உங்களுக்கான தேர்தல் எவ்வளவு பெரிய வசதியான வாழ்க்கையா இருந்தாலும் எல்லாத்தையும் தூக்கி எரிஞ்சிட்டு உங்களுக்காக மட்டுமே வந்திருக்கிறேன். തമിഴകത്തുള്ള തൻ്റെ ഫാൻസ് ക്ലബ്ബുകളെ വാർഡ് കമ്മിറ്റികളാക്കി പിന്നീട് സംസ്ഥാന കമ്മിറ്റിയും ഉണ്ടാക്കിയാണ് വിജയ് രാഷ്ട്രീയത്തിൽ ആദ്യ ചുവട് വെച്ചത്. TVK ഉണ്ടാക്കിയെടുത്തത് തമിഴകത്തിൻ്റെ തലവര മാറ്റിയെഴുതാനുള്ള ഒരു സിസ്റ്റമായിരുന്നു. 2009 ആരംഭിച്ച തമിഴ് മക്കളെ ഇയക്കം ഒരു ആരാധന സംഘടന മാത്രമായിരുന്നില്ല, അതൊരു സോഷ്യൽ നെറ്റ്വർക്കായിരുന്നു. ഗ്രാമങ്ങൾ മുതൽ നഗരങ്ങൾ വരെ വ്യാപിച്ച ഏകദേശം 1000കണക്കിന് യൂണിറ്റുകൾ വിജയ് മക്കളെ ഇയക്കം സ്ഥാപിച്ചു. കാലക്രമേണ വ്യത്യസ്ത രൂപം സ്വീകരിച്ചു. രക്തദാനം, വിദ്യാർത്ഥികൾക്കുള്ള സഹായങ്ങൾ, യുവാക്കൾക്കുള്ള പ്രശ്നങ്ങൾ ഇടപെടൽ, ദുരിതാശ്വാസ പ്രവർത്തനം, പ്രാദേശിക പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. തയ്യൽ മെഷീൻ കൊടുക്കൽ, അതുപോലെ തന്നെ കുട്ടികൾക്ക് സൈക്കിൾ വിതരണം ചെയ്യൽ, പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യൽ, കമ്പ്യൂട്ടർ വിതരണം ചെയ്യൽ, അങ്ങനെ TVK പല ജനകീയ പ്രശ്നങ്ങളും സജീവമായിട്ട് ഇടപെട്ടു. തമിഴക വെട്രി കഴകം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം 2024 ഔദ്യോഗികമായി പ്രത്യക്ഷപ്പെട്ടെങ്കിലും അതിൻ്റെ അടിത്തറ അതിനു മുന്നേ തന്നെ ശക്തിപ്പെട്ടിരുന്നു. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ആവശ്യമായ ഏറ്റവും പ്രധാന ഘടകം ജനങ്ങളിൽ വിശ്വാസമുണ്ടാക്കുക എന്നതാണ്. വിജയ് മക്കളെ ഇയക്കം സഹായം നേരിട്ട് തമിഴകരുടെ കൈകളിൽ എത്തിച്ചു. ജനങ്ങൾ നേതാവിനെ നേരിട്ട് കണ്ടില്ലെങ്കിലും അവരുടെ സഹായങ്ങൾ അനുഭവിച്ചറിയാൻ അവർക്ക് സാധിച്ചു. ജനങ്ങളുടെ ഉള്ളിൽ വിശ്വാസം രൂപപ്പെട്ടു. ഈ അടിത്തറയുടെ ശക്തി ആദ്യം വ്യക്തമായി തെളിഞ്ഞത് 2021 ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലാണ്. വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയാതെ, വലിയ പ്രചരണങ്ങൾ ഇല്ലാതെ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികൾ പല സ്ഥലങ്ങളിലും വിജയിച്ചു കയറി. ഈ വിജയം അതൊരു സിഗ്നലായിരുന്നു. ഓരോ ആരാധനാ സംഘടനയ്ക്ക് തെരഞ്ഞെടുപ്പ് യന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ എങ്ങനെ കഴിയുമെന്നതിനുള്ള ഒരു രാഷ്ട്രീയ ഉത്തരമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ വിജയുടെ ഉദയത്തെ അപ്രതീക്ഷിത രാഷ്ട്രീയ ഞെട്ടലായി കാണുന്നത് തെറ്റായ ചിന്തയാണ്. അതൊരു ദീർഘകാല പ്രവർത്തനത്തിൻ്റെ ബാക്കി പത്രമാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ ഈ വിജയുടെ പാർട്ടി നേടിയ TVK നേടിയ 108 സീറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് മറക്കാൻ വേണ്ടി സാധ്യതയില്ല. സാക്ഷാൽ സ്റ്റാലിനെ വരെ മലർത്തിയടിച്ചിട്ടാണ് നമ്മുടെ വിജയുടെ TVK പാർട്ടി ഏതായാലും ഇപ്പോൾ അധികാരത്തിൽ ഏറാൻ വേണ്ടി പോകുന്നത്. തമിഴ്നാട്ടിലെ കക്ഷിനില എന്ന് പറയുന്നത് DMK 59 സീറ്റുമായിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ADMK 47 സീറ്റുമായി നിൽക്കുകയാണ്. അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് അവിടെ 5 സീറ്റുണ്ട്. അതുപോലെ തന്നെ TVK നമ്മുടെ വിജയുടെ പാർട്ടിക്ക് 108 സീറ്റുകൾ അവിടെ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനി ഏതാനും 10 സീറ്റുകൾ കൂടി നമ്മുടെ വിജയ് അണ്ണൻ അവിടെ ഭരിക്കാൻ വേണ്ടിയിട്ട് വേണം. പ്രാദേശിക പാർട്ടികളെ എല്ലാം കൂട്ടുപിടിച്ചിട്ട് വിജയ്ക്ക് ഏതായാലും മുഖ്യമന്ത്രിയാകാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഏതായാലും അതിന് കൂടുതൽ സമയം വേണമെന്ന് നമ്മുടെ വിജയ് രാഷ്ട്രപതിയെ കണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രപതി ആ സമയം അനുവദിച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ തമിഴക വെട്രി കഴകം എന്ന് പറയുന്ന പാർട്ടിയുടെ ലീഡറായിട്ട് നമുക്ക്
നമ്മുടെ വിജയിയെ കാണാൻ വേണ്ടി സാധിക്കും. ശരിക്കു പറഞ്ഞാൽ ഒരു ഞെട്ടൽ തന്നെയാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളം UDF തൂത്തുവാരുന്നത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നമ്മുടെ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയെ തറപറ്റിച്ചുകൊണ്ട് BJP ഭരണം പിടിക്കുന്നത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ തമിഴ്നാടും തീർച്ചയായിട്ടും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ്. തീർച്ചയായിട്ടും 2 വർഷം നീണ്ട പ്രവർത്തനത്തിൻ്റെ ഫലമാണ് TVK എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നേടിയെടുത്തത്. അവരുടെ കർമ്മഫലം തന്നെയാണ്. അല്ലാതെ പെട്ടെന്നൊരു നാൾ വിജയ് കയറിയിട്ട് അങ്ങോട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് വിജയിച്ച് വന്നതാണ് എന്ന് പറയുന്നത് തെറ്റാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വിജയ്ക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.